ഹലോ വെൽക്കം ടു കിച്ചൺ ഡിലൈറ്റ്സ്. ഇന്ന് ഞാൻ നല്ലൊരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സാധാരണ ഉണ്ടാക്കുന്ന ഓംലെറ്റിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളിതിലേക്ക് മറ്റ് പല വെജിറ്റബിൾസും അതേപോലെ ലീവ്സും എല്ലാം ചേർത്ത് നമ്മുടെ ഓംലെറ്റിനെ കൂടുതൽ ന്യൂട്രീഷ്യസും അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുക. ഏതെണ്ണ വേണേലും ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊന്ന് മാറി തുടങ്ങിയാൽ മതി. അതിനുശേഷം ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 6 ചുവന്നുള്ളി സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. ചുവന്നുള്ളിയും ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തത് അല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് കുക്കായിട്ട് ഏകദേശം ഒന്ന് മൊരിഞ്ഞൊക്കെ തുടങ്ങുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. വെജിറ്റബിൾസ് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ടാണ് ഇങ്ങനെ കുഴഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ചൊക്കെ ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ മുട്ടയുടെ കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം മാറിക്കിട്ടിക്കോളും. ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 2 പിടി പാലക്ക് അരിഞ്ഞു വെച്ചതാണ്. പാലക്കിന് പകരം നമുക്ക് ചീരയോ അല്ലെങ്കിൽ മുരിങ്ങയിലയോ ഒക്കെ ചേർക്കുകയാണെങ്കിലും വളരെ നല്ലതായിരിക്കും. എന്ത് ലീവ്സ് വേണമെങ്കിലും നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഇല പെട്ടെന്ന് വേവുന്നത് കൊണ്ടാണ് ആദ്യമേ ചേർക്കാതെ ഇരുന്നത്. ഇതിന് വളരെ കുറച്ച് സമയം മതി ഇതൊന്ന് കുക്കാവാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇലയെല്ലാം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് വരുന്നത് വരെ നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ആദ്യം ഒരു ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച വെജിറ്റബിൾസിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ഈ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടുണ്ടെന്നുള്ള കാര്യം എടുത്തറിയാത്ത രീതിയിലാണ് വെജിറ്റബിൾസിൻ്റെയൊക്കെ ഒരു എമൗണ്ട് എടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി വെജിറ്റബിൾസ് കൂടുതൽ എടുത്താലും നല്ലതായിരിക്കും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഈ മുട്ടയൊക്കെ കുറച്ചൊന്ന് ഫ്ലഫി ആവുന്നത് വരെ, നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നത് വരെ കുറച്ചധികം സമയം തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓംലെറ്റ് കൂടുതൽ സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മളിതിലൊരു പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരുപാട് കുരുമുളക് പൊടി ചേർത്താൽ എരിവ് ചിലപ്പോൾ കൂടി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ അളവ് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നമ്മുടെ ഓംലെറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേ പാനിലോട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ചെറിയ ചെറിയ ഓംലെറ്റ്സ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ബബിൾ ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. ഇല്ലെങ്കിൽ അടിവശം കരിഞ്ഞു പോകും. നമ്മുടെ വെജിറ്റബിൾസിൻ്റെ മിക്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൂടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒരേ രീതിയിൽ വരുന്നത് പോലെ. നമ്മുടെ ഓംലെറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് കുക്കായി. പക്ഷേ കുറച്ച് ഭാഗം മാത്രമേ ഇങ്ങനെ റണ്ണി ആയിട്ടിരിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റേറ്റിൽ വേണം നമുക്കിത് ഫ്ലിപ്പ് ചെയ്തിടാനായിട്ട്. ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ഈ മിക്സ് മൊത്തം നമുക്ക് ഒരൊറ്റ പാനിൽ ഒഴിച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഫ്ലിപ്പ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കുന്നു മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ ടേസ്റ്റിയും വളരെ ന്യൂട്രീഷ്യസുമായിട്ടുള്ള ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കുക. നല്ല ന്യൂട്രീഷ്യസ് ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്